ഹലോ എവരിവൺ, വെൽക്കം ടു CS ക്ലാസ് റൂം. ഇത് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ നമ്പർ 1 മെത്തേഡ് ഓവർലോഡിംഗ് ആൻഡ് നമ്പർ 2 യൂസിങ് ഒബ്ജക്ട്സ് ആസ് പാരാമീറ്റേഴ്സ്. അപ്പോൾ നിങ്ങളുടെ സെക്കൻഡ് മോഡ്യൂളിലെ ഫസ്റ്റ് ടോപ്പിക്സ് ആണ് മെത്തേഡ് ഓവർലോഡിംഗ് ആൻഡ് യൂസിങ് ഒബ്ജക്ട്സ് ആസ് പാരാമീറ്റേഴ്സ്. ബേസിക്കലി മെത്തേഡ് ഓവർലോഡിംഗ് ഒരു പോളിമോർഫിസത്തിൻ്റെ കോൺസെപ്റ്റ് ആണ്. പോളിമോർഫിസം എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ഫോം എടുക്കുക. അപ്പോൾ മെത്തേഡ് ഓവർലോഡിംഗ് ഒരു പോളിമോർഫിസത്തിൻ്റെ എക്സാമ്പിൾ ആണ് എന്നുള്ള കാര്യം കൂടെ നമ്മൾ ഇന്ന് കാണും. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് എന്താണ്? മെത്തേഡ് ഓവർലോഡിംഗ്. ഇതിന്റെ ഡെഫിനേഷൻ എന്താണ്? ആദ്യം നമുക്ക് എന്താണെന്നുള്ള കാര്യം നോക്കാം. ഇൻ ജാവ ഇറ്റ് ഈസ് പോസിബിൾ ടു ഡിഫൈൻ 2 or more മെത്തേഡ്. യു ക്യാൻ സി 2 or more മെത്തേഡ്സ് within the same class that share the same name as long as their parameter declarations are different. ഇതെന്താന്നുള്ള കാര്യം ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് നോക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ചെറുതായിട്ട് ഞാനിപ്പോൾ ആദ്യമേ കുറച്ച് കാര്യം പറയാം. ഒരേ പേര് പക്ഷെ ഡിഫറെൻറ്റ് ഫങ്ഷനാലിറ്റീസ്, അതിനാണ് നമ്മൾ മെത്തേഡ് ഓവർലോഡിംഗ് എന്ന് പറയുന്നത്. ഒരു പേരുള്ള 2 മെത്തേഡ് ഉണ്ടാവും. ആ 2 മെത്തേഡും ഡിഫറെൻറ്റ് കാര്യങ്ങളായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ എന്താ ചെയ്യുന്നത്? ആ പേരുള്ള മെത്തേഡ് നമ്മൾ ഓവർലോഡ് ചെയ്യിപ്പിച്ചു അല്ലെങ്കിൽ ഓവർ വർക്ക് ചെയ്യിപ്പിച്ചു എന്നർത്ഥം. ഓൾറൈറ്റ്. സോ അതിൻ്റെ ഡെഫിനേഷൻ, ഒഫീഷ്യൽ ഡെഫിനേഷൻ നമുക്ക് നോക്കാം. എന്താണ്? ഇറ്റ് അലൗസ്, യു ക്യാൻ സി, മൾട്ടിപ്പിൾ മെത്തേഡ്സ് in the same class to have the same name but different parameters. Okay, example വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. Okay, suppose this is our example. You can see overloading എന്ന് പറയുന്ന ക്ലാസ് ആണ്. You can see one method named as add. അതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് കൊടുക്കുന്നു? ഒരു വേരിയബിൾ പാസ് ചെയ്യുന്നു. ലോക്കൽ വേരിയബിൾ ആണ്, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ റിട്ടേൺ ടൈപ്പ് എന്ന് പറയുമ്പോൾ ഇൻറ്റീജർ ആണ്. റൈറ്റ്. എന്ത് ചെയ്യുവാണ്? അത് റിട്ടേൺ a+10 റിട്ടേൺ ചെയ്യുവാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു മെത്തേഡ് യു ക്യാൻ സി സെയിം നെയിം ആണ്. ആഡ്, ഇവിടെയും ആഡ് തന്നെയാണ്. റൈറ്റ്. ഇവിടെ എത്ര പാരാമീറ്റേഴ്സാണ് പാസ് ചെയ്യുന്നത്? 2 പാരാമീറ്റേഴ്സാണ് പാസ് ചെയ്യുന്നത്. യു ക്യാൻ സി ഇവിടെയും സെയിം പാരാമീറ്റർ ആണ്. ഓൾറൈറ്റ്. സോറി, സെയിം മെത്തേഡ് ആണ്. അവിടെ എന്താണ്? ഡിഫറെൻറ്റ് ഡേറ്റ ടൈപ്പ് ആണ്. ഓൾറൈറ്റ്. സോ യു ക്യാൻ സി ആഡ് എന്ന് പറയുന്ന പേരിലുള്ള 3 ഡിഫറെൻറ്റ് മെത്തേഡ് അല്ല, സെയിം മെത്തേഡ് തന്നെയാണ്. ഒരേ പേരുള്ള മെത്തേഡാണ്. അതുകൊണ്ട് എന്ത് ചെയ്യിപ്പിക്കുവാണ്? ആ മെത്തേഡ് നമ്മൾ ഓവർലോഡ് ചെയ്യിപ്പിക്കുവാണ്. ഓൾറൈറ്റ്. അതുകൊണ്ട് അതിന് ഓവർലോഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ ജസ്റ്റ് ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. നമ്മുടെ എക്സിക്യൂഷൻ തുടങ്ങുന്ന എവിടെ നിന്നായിരിക്കും? നമ്മുടെ മെയിൻ ക്ലാസ്സിൽ നിന്നായിരിക്കും. റൈറ്റ്. സോ മെയിൻ ക്ലാസ് ഇവിടെ ഞാൻ എഴുതിയിട്ടില്ല. യു ക്യാൻ ആഡ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്കൊരു മെയിൻ ക്ലാസ് ഇവിടെ എഴുതാം. ക്ലാസ് സംതിങ്. ഓക്കെ, മെയിൻ എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഓക്കെ, ഞാൻ ഇവിടെ അത് മെൻഷൻ ചെയ്തിട്ടില്ല. യു ക്യാൻ സി മെയിൻ ഫംഗ്ഷൻ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. യു ഹാവ് ടു റൈറ്റ് ക്ലാസ് മെയിൻ. ഓക്കെ, അത് ഞാനിവിടെ എങ്ങനെ ഒമിറ്റ് ആയതാണ്. ഓൾറൈറ്റ്, നോ ഇഷ്യൂസ്. മെയിൻ ഫംഗ്ഷൻ നമ്മൾ തുടങ്ങുവാണ്. സപ്പോസ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുവാണ്. ഒബ്ജക്റ്റ് നമ്മൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? ക്ലാസ് നെയിം സ്പേസ് ഒബ്ജക്റ്റ് നെയിം. ഒബ്ജക്റ്റ് നെയിം എന്താണ്? EX ആണ്. ഈസ് ഈക്വൽ ടു ന്യൂ സ്പേസ് ക്ലാസ് നെയിം. അപ്പോൾ എന്ത് സംഭവിച്ചു? EX എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആയി. ഇനി ഞാൻ എന്ത് ചെയ്യുക? യു ക്യാൻ സി system.out.println. ഞാൻ ഇവിടുന്ന് വിളിക്കുവാണ്. ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യുവാണ്? നമ്മുടെ മെത്തേഡിനെ ഇൻവോക്ക് ചെയ്യാൻ ശ്രമിക്കുവാണ്. സോ യു ക്യാൻ സി ഞാൻ ആദ്യം എത്ര പാരാമീറ്റർ ആണ് പാസ് ചെയ്യുന്നത്? ഒരൊറ്റ പാരാമീറ്റർ ആണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? ഇത് നേരെ എങ്ങോട്ടേക്ക് പോകും? ദിസ് മെത്തേഡിലോട്ട് പോകും. ഓൾറൈറ്റ്. അപ്പോൾ സെയിം പേരാണ്. ഇവിടെ കൺഫ്യൂഷൻ വരത്തില്ല. കാരണം എന്താണ്? ഞാൻ ഒരൊറ്റ പാരാമീറ്ററെ ഞാൻ പാസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഒരൊറ്റ പാരാമീറ്റർ എങ്ങോട്ടേക്ക് പോകുള്ളൂ? ഈ ഒരു പാരാമീറ്റർ ഉള്ള സ്ഥലത്തേ പോവുള്ളൂ. അതാണ് നമ്മളിവിടെ ആദ്യമേ നമ്മൾ കണ്ടത്. ആസ് ലോങ് ആസ് ദെയർ പാരാമീറ്റർ ഡിക്ലറേഷൻസ് ആർ ഡിഫറെൻറ്റ്. പാരാമീറ്റർ ഡിക്ലറേഷൻ സെയിം ആണെങ്കിൽ കൺഫ്യൂഷൻ വരും. റൈറ്റ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ യു ഇമാജിൻ ഇവിടെ വേറെ ഒരു മെത്തേഡ്, സെയിം പേരുള്ള മെത്തേഡ് ആഡ് ഇൻറ്റ് ബി എന്ന് പറഞ്ഞാൽ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് 5 പാസ് ചെയ്യുവാണെങ്കിൽ കൺഫ്യൂഷൻ ആയി പോകും. കാരണം ഇപ്പം എവിടെ പോകണം എന്ന് അറിയത്തില്ല. അപ്പം എന്താണ്? മെത്തേഡ് ഓവർലോഡിങ് വർക്ക്സ് ഓൺലി എവിടം വരെ? ഇഫ് ദ പാരാമീറ്റേഴ്സ് ആർ ഡിഫറെൻറ്റ്. അല്ലെങ്കിൽ നമ്മുടെ റിട്ടേൺ ടൈപ്പും ഡിഫറെൻ്റ് ആയിരിക്കണം. ഓൾറൈറ്റ്. ഒന്നെങ്കിൽ പാരാമീറ്റർ ഡിഫറെൻ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ റിട്ടേൺ ടൈപ്പ്. ഓക്കെ, ഇവിടെ സ്ട്രിങ്, ഇൻറ്റ്, ഇതെല്ലാം റിട്ടേൺ ടൈപ്പ് എന്ന് പറയും. അത് ഡിഫറെൻ്റ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ യു ക്യാൻ സി 5 എവിടെ പോകുള്ളൂ? 5 ഇവിടെ പോവുള്ളൂ, ഈ മെത്തേഡിലേ പോവുള്ളൂ. എല്ലാത്തിനും പേര് സെയിം, പക്ഷെ എങ്ങോട്ടേക്ക് പോകുള്ളൂ? ഇങ്ങോട്ടേക്ക് പോകുള്ളൂ. യു ക്യാൻ സി. എന്നിട്ട് then എന്താണ്? ഇറ്റ് ഈസ് റിട്ടൺ. സപ്പോസ് ഞാൻ 5 നമ്മൾ 5 അവിടെ കൊടുക്കുന്നത്. സോ എ ബിക്കംസ് വാട്ട്? ഞാൻ ഇതിനൊന്ന് ജസ്റ്റ് ക്ലിയർ ചെയ്യാം. അപ്പോൾ എന്ത് സംഭവിച്ചു? 5 ഹാസ് കം ഓവർ ഹിയർ വേർ എ. എന്നിട്ട് എന്ത് ചെയ്തു? റിട്ടേൺ 5 + 10. അപ്പോൾ എത്രയാണ് റിട്ടേൺ ചെയ്യുന്നത്? 15. എങ്ങോട്ടേക്ക് റിട്ടേൺ ചെയ്യും? തിരിച്ച് എവിടെ നിന്നാണോ വിളിച്ചത്. റൈറ്റ്. അപ്പോൾ നമുക്ക് എന്ത് പ്രിന്റ് ആവും? ഔട്ട്പുട്ടിൽ 15 പ്രിന്റ് ആവും. ഓൾറൈറ്റ്. അതുപോലെ തന്നെ അടുത്ത എന്താ? system.out.println. യു ക്യാൻ സി ഓവർ ഹിയർ 2 values ആർ ബീങ് പാസ്ഡ്. നൗ യു ക്യാൻ സി ഇവിടെയും ആഡ് തന്നെയാണ്. ഇവിടെ രണ്ടിടത്തിനും എന്താണ്? രണ്ട് പാരാമീറ്റേഴ്സ് ആണ് ഉള്ളത്. അപ്പൊ കൺഫ്യൂഷൻ വരത്തില്ലേ? നോ, കൺഫ്യൂഷൻ വരത്തില്ല. കാരണം എന്താണ്?
ഒരു പാരാമീറ്റേഴ്സ് രണ്ടെണ്ണം ഉണ്ട്, പക്ഷെ എന്താണ് ഇതിന്റെ ടൈപ്സ് എന്താണ്? രണ്ടിന്റെയും ഇന്റ് ആണ്. ഇവിടെ എന്താണ്? ഇന്റ് സ്ട്രിംഗ് ആണ്. രണ്ടിന്റെയും സെയിം പാരാമീറ്റർ സെയിം ടൈപ്പ് ആയിരുന്നെങ്കിൽ കൺഫ്യൂഷൻ വന്നേനെ, റൈറ്റ്? സോ 2 things യു ഹാവ് ടു റിമെമ്പർ. ഒന്ന്, ഡിഫറെന്റ് പാരാമീറ്റേഴ്സ് ആയിരിക്കണം. ഡിഫറെന്റ് പാരാമീറ്റർ ലെങ്ത് ആണെങ്കിൽ ഒരു കുഴപ്പമില്ല, റൈറ്റ്? പക്ഷെ സെയിം പാരാമീറ്റേഴ്സ് ആണ്, റൈറ്റ്? സപ്പോസ് ഇവിടെ രണ്ട് പാരാമീറ്റേഴ്സ്, പക്ഷെ നമ്മൾ വീണ്ടും നോക്കും ടൈപ്പ് സെയിം ആണോ. ടൈപ്പ് സെയിം ആണെങ്കിൽ കൺഫ്യൂഷൻ വരും. ടൈപ്പ് ഡിഫറെന്റ് ആണെങ്കിൽ എന്താണോ, എന്ത് ടൈപ്പാണ് നമ്മൾ കൊടുക്കുന്നത് അങ്ങോട്ടേക്ക് പോകും. യു ക്യാൻ സി നമ്മൾ ഇവിടെ എന്താ 2 ഇൻറ്റീജർ വാല്യൂസ് ആണ് കൊടുക്കുന്നത്. സോ ഡെഫിനറ്റ്ലി ഇങ്ങോട്ടേക്ക് പോവത്തില്ല. എവിടെ പോവുള്ളൂ? ഇവിടെ പോവുള്ളൂ. അപ്പോൾ 3 എവിടെ വരും? എയിലോട്ട് വരും. 7 എവിടെ വരും? ബിയിലോട്ട് വരും. ആൻഡ് എന്തായിരിക്കും റിട്ടേൺ ചെയ്യുന്നത്? 3 + 7 ആയിരിക്കും. എങ്ങോട്ടേക്ക് റിട്ടേൺ? എവിടെ നിന്നാണ് കോൾ ചെയ്തത് അവിടെ റിട്ടേൺ ചെയ്യും. ആൻഡ് യു ക്യാൻ സി എന്ത് പ്രിന്റ് ആവും? 3 + 7 10 പ്രിന്റ് ആവും, റൈറ്റ്? നെക്സ്റ്റ് യു ക്യാൻ സി system.out.println എന്തൊക്കെയാണ് പാസ് ചെയ്യുന്നത്? 5 ആൻഡ് ഒരു സ്ട്രിംഗ് വാല്യൂ ആണ് പാസ് ചെയ്യുന്നത്. സോ എങ്ങോട്ടേക്ക് പോകുള്ളൂ? ഇവിടെ പോവണോ? ഇവിടെ പോവണോ? എങ്ങോട്ടേക്ക് പോകും? ഇൻ ദിസ് പ്ലേസ് ഓൺലി ഇറ്റ് വിൽ ഗോ. കാരണം എന്താണ്? നമ്മുടെ ടൈപ്പ് എന്താണോ മെൻഷൻ ചെയ്തിരിക്കുന്നത് അവിടെ അത് പോകത്തുള്ളൂ. സോ ഇറ്റ്സ് വെരി സിമ്പിൾ. അപ്പോൾ ഓവർലോഡിങ് എങ്ങനെ വർക്ക് ചെയ്യുന്നത്? നമ്മുടെ പാരാമീറ്റർ ലെങ്ത് അനുസരിച്ചിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. സോ എങ്ങോട്ടേക്ക് പോകും? ഇറ്റ് വിൽ ഗോ ഓവർ ഹിയർ. ഓൾറൈറ്റ്. സോ എയിൽ എന്ത് വരും? 5 വരും. സ്ട്രിംഗ് എസിൽ എന്ത് വരും? ഹലോ വരും. സോ എന്തായിരിക്കും പ്രിന്റ് ചെയ്യാൻ പോകുന്നത്? 5 and hello. Okay, something like this. Alright, so this is method overloading. You can see the key points. നമ്മൾ ഈ എക്സാമ്പിൾ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിഫറെന്റ് പാരാമീറ്റേഴ്സ് ആയിരിക്കും. നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തു മെത്തേഡ് മസ്റ്റ് ഡിഫർ ഇൻ ദ ടൈപ്പ് ഓർ ദി നമ്പർ ഓർ ഓർഡർ ഓഫ് പാരാമീറ്റേഴ്സ്, റൈറ്റ്? ഇത് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തില്ല. സപ്പോസ് ഇവിടെ ഞാൻ ഹലോ ആണ് ആദ്യം സെൻഡ് ചെയ്യുന്ന, അവിടെയും പ്രോബ്ലം വരും, റൈറ്റ്? സപ്പോസ് ഇവിടെ ഞാൻ ഹലോ 5 കൊടുക്കുകയാണെങ്കിൽ ഓർഡർ വ്യത്യാസം വന്നു, അവിടെയും പ്രോബ്ലം വരും. സോ എന്താ പറയുന്നത്? ഡിഫറെന്റ് പാരാമീറ്റേഴ്സ്. ദാറ്റ് മീൻസ് മെത്തേഡ് മസ്റ്റ് ഡിഫർ ഓൺലി ഇൻ ദ ടൈപ്പ്. നമ്പർ ടൈപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ഇൻറ്റീജർ സ്ട്രിംഗ് അതാണ് ടൈപ്പ്. നമ്പർ ഇല്ലെങ്കിൽ എത്ര നമ്പേഴ്സ് ഉണ്ട്, അതുകൂടെ ഓർഡർ ഓഫ് പാരാമീറ്റേഴ്സ്, റൈറ്റ്? ഇത് മൂന്നും എന്തായിരിക്കണം? ഡിഫറെന്റ് ആയിരിക്കണം. എന്നാൽ മാത്രമേ മെത്തേഡ് ഓവർലോഡിങ് വർക്ക് ആവുള്ളൂ. ഇല്ലെങ്കിൽ ഒരേ പേരുള്ള എന്തായിരിക്കും രണ്ട് മെത്തേഡ്സ് തമ്മിൽ കൺഫ്യൂഷൻ വരാം. ഓക്കെ, സോ ദാറ്റ് ഈസ് മെത്തേഡ് ഓവർലോഡിങ്. കീ പോയിന്റ് നമ്പർ 1. നൗ എന്താണ് പറയുന്നത്? സെയിം മെത്തേഡ് നെയിം ഒബ്വിയസ്ലി. എന്നാൽ മാത്രം നമ്മൾ എന്ത് പറയുള്ളൂ? അത് മെത്തേഡ് ഓവർലോഡിങ് എന്ന് പറയും. സോ ഓൾ ഓവർലോഡഡ് മെത്തേഡ്സ് ഷെയർ ദ same name, right? It is quite evident from this example that you can see add has been repeated thrice, അല്ലേ? മൂന്നും എന്താണ്? 3 ഫംഗ്ഷനാലിറ്റി ആണ് ചെയ്യുന്നത്, പക്ഷെ ഒരേ പേരാണ്. സോ കൈൻഡ് ഓഫ് എന്താ ചെയ്യുന്നത്? ഒരേ പേര് വെച്ച് നമ്മൾ എന്ത് ചെയ്യിപ്പിക്കുക? അതിനെ ഓവർ വർക്ക് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ ഓവർലോഡ് ചെയ്യിപ്പിക്കുകയാണ്. ഓൾറൈറ്റ്, സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദി മെത്തേഡ് ഓവർലോഡിങ്. ഓക്കെ, സോ നമ്മുടെ മെത്തേഡ് ഓവർലോഡിങ്ങിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് നമുക്ക് കൺസ്ട്രക്ടർ ഓവർലോഡിങ്ങിൻ്റെ കാര്യം കൂടെ നമുക്ക് നോക്കാം. സോ കൺസ്ട്രക്ടർ എന്ന് പറയുമ്പോൾ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് മെത്തേഡാണ്. സോ തീർച്ചയായിട്ടും മെത്തേഡ് ഓവർലോഡിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് കൺസ്ട്രക്ടറിനെയും ഓവർലോഡ് ചെയ്യാൻ പറ്റണം. സോ ജാവ അത് നമുക്ക് സപ്പോർട്ട് ചെയ്ത് തരുന്നുണ്ട്. ഓൾറൈറ്റ്, സോ കൺസ്ട്രക്ടർ ഓവർലോഡിംഗ്. കൺസ്ട്രക്ടർ ഓവർലോഡ് എന്താ ചെയ്യുന്നത്? എൻ്റെ ഡെഫിനേഷൻ എന്താണ്? ഇറ്റ് അലൗസ് എ ക്ലാസ് ടു ഹാവ് മോർ ദാൻ 1 കൺസ്ട്രക്ടർ വിത്ത് ഡിഫറെൻറ്റ് പാരാമീറ്റർ ലിസ്റ്റ്. നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഒന്നിൽ കൂടുതൽ കൺസ്ട്രക്ടർ ഉണ്ടാവാം, അതിന് ഡിഫറെൻറ്റ് പാരാമീറ്റർ ലിസ്റ്റ് ആയിരിക്കണം ഉണ്ടാവേണ്ടത്. ഓൾറൈറ്റ്, അപ്പോൾ അതിൻ്റെ നമ്മുടെ ചെയ്യാൻ പോകുന്ന എക്സാമ്പിളിൻ്റെ 2 കീ പോയിന്റ്സ് ആണ് ഇവിടെ നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഡയറക്റ്റ്ലി എക്സാമ്പിളിലോട്ട് വരാം. സപ്പോസ് നമ്മുടെ ക്ലാസിൻ്റെ പേര് പേഴ്സൺ ആണ്. ഓൾറൈറ്റ്, ആ പേഴ്സണിൽ എന്തുണ്ട്? 2 മെമ്പർ വേരിയബിൾ അല്ലെങ്കിൽ ഇൻസ്റ്റൻസ് വേരിയബിൾ ഉണ്ട്. അതിന് ടൈപ്പ് സ്ട്രിംഗ് നെയിം ആൻഡ് ഇൻറ്റ് ഏജ് ആണ്. ഓൾറൈറ്റ്, ഇവിടെ യു ക്യാൻ സി 1 കൺസ്ട്രക്ടർ. കാരണം എന്താണ്? നമ്മുടെ ക്ലാസിൻ്റെ അതേ പേര് തന്നെയാണ് നമുക്ക് കൺസ്ട്രക്ടർ ഉള്ളത്. ആൻഡ് റിട്ടേൺ ടൈപ്പ് ഒന്നുമില്ല, നോട്ട് ഈവൻ വോയിഡ്. അത് നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ കണ്ടതാണ്. ഇനി ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ മെയിൻ ക്ലാസ് നമ്മൾ ഫംഗ്ഷൻ ഇതിനെ കൺസ്ട്രക്ടറിനെ കോൾ ചെയ്യുമ്പോഴത്തേക്കും, കൺസ്ട്രക്ടറിനെ കോൾ ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കും ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആകുമ്പോൾ തന്നെ കൺസ്ട്രക്ടർ കോൾ ആവും, അല്ലേ? സോ അത് നമ്മൾ ആ ടൈമിൽ നോക്കാം. സോ ദിസ് ഈസ് കൺസ്ട്രക്ടർ 1. ഓക്കെ, അതുപോലെ തന്നെ യു ക്യാൻ സി അനദർ കൺസ്ട്രക്ടർ നമ്പർ 2. ഇവിടെ എത്ര പാരാമീറ്റേഴ്സ് ഉണ്ട്? യു ക്യാൻ സി 1 and 2. എന്താണ്? നെയിം ആൻഡ് ഏജ്. നെയിമിൻ്റെ ടൈപ്പ് സ്ട്രിംഗ് ആണ്, ഏജിൻ്റെ ടൈപ്പ് ഇൻ്റ് ആണ്. ഇവിടെ നമ്മൾ എന്താണ്? ഒരു പാരാമീറ്ററും കൊടുക്കുന്നുണ്ടായിരുന്നില്ല. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുവാണ്? 2 പാരാമീറ്റർ കൊടുക്കുവാണ്. ഓൾറൈറ്റ്, നമ്മൾ മെയിൻ ക്ലാസ്സിലോട്ട് വരാൻ. നമ്മുടെ മെയിൻ ഫംഗ്ഷൻ ഇവിടുന്ന് കോളേജ് യു ക്യാൻ സി ഓപ്പൺ ചെയ്തു. യു ക്യാൻ സി പേഴ്സൺ 1 എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് ആണ്. class name space object name is equal to new space class name. You can see നമ്മൾ കൺസ്ട്രക്ഷൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി എന്താണ്? നമ്മൾ ക്ലാസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ എന്ത് സംഭവിക്കും? അത് ഇൻവോക്ക് ആവും, റൈറ്റ്? സോ ന്യൂ പേഴ്സൺ എന്ന് പറയുമ്പോൾ തന്നെ ആര് ഇൻവോക്ക് ആവും? നമ്മൾ ഇവിടെ ഒരു വാല്യൂ കൊടുക്കുക. അപ്പോൾ യു ക്യാൻ ആസ്ക് ദിസ് ക്വസ്റ്റ്യൻ ദാറ്റ് വിൽ ദിസ് ബി ഇൻവോക്ഡ് ഓർ ദിസ് ബി ഇൻവോക്ഡ്?
ഒബ്വിയസ്ലി എന്തായിരിക്കും ഇൻവോക്ക് ആവാൻ പോകുന്നത്? ഇതായിരിക്കും. കാരണം എന്താണ്, നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്ത ഒബ്ജക്റ്റിൽ എന്തില്ല? കൺസ്ട്രക്ടർ ഇല്ല, സോറി പാരാമീറ്റർ ഇല്ല. സോ പാരാമീറ്റർ ഇല്ലാത്ത കൺസ്ട്രക്ടർ ആയിരിക്കും എന്തായിരിക്കും ഇൻവോക്ക് ആവാൻ പോകുന്നത്. ഓൾറൈറ്റ്. സോ നമ്മൾ എന്ത് ദിസ് ഡോട്ട് നെയിം, ദിസ് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. സോ ദിസ് ഈ പേഴ്സൺ വണ്ണിന്റെ നെയിം, റൈറ്റ്? അപ്പൊ ഈ നെയിം ആൻഡ് ഏജ് എത്ര കൺസ്ട്രക്ടർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു അതെല്ലാത്തിനും നെയിമും ഏജും ഉണ്ടാവും അല്ലേ? അപ്പോൾ പേഴ്സൺ വണ്ണിന്റെ നെയിം എന്താണ്? അൺനോൺ ആണ്. ആൻഡ് ഏജ് എത്രയാണ്? 0 ആണ്. സോ പേഴ്സൺ വണ്ണിന്റെ നെയിം ഈസ് അൺനോൺ, പേഴ്സൺ വണ്ണിന്റെ ഏജ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി അത് നമ്മൾ ഇവിടെ പേഴ്സൺ 1 ഡോട്ട് ചെയ്തിട്ടൊന്നും വിളിച്ചിട്ട് ജസ്റ്റ് ക്രിയേറ്റ് മാത്രമേ ചെയ്തൊരു അത് ഇൻവോക്ക് ആയി. ഓൾറൈറ്റ്. ഇനി പേഴ്സൺ 2 എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ഈസ് ഈക്വൽ ടു ന്യൂ പേഴ്സൺ. യു ക്യാൻ സി നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടെ 2 വാല്യൂസ് സെൻഡ് ചെയ്യുവാണ്, ആലിസ്, 30. സോ ഇത് എവിടെ പോകും? ദിസ് വിൽ ഗോ ടു കൺസ്ട്രക്ടർ നമ്പർ 2. സോ എവിടെ വരും? ആലിസ് ഈ നെയിമിൽ വരും, ഏജിൽ 30 വരും. സോ ദിസ് ഡോട്ട് നെയിം എന്ന് പറയുമ്പോൾ പേഴ്സൺ 2 അതിന്റെ മെമ്പർ വേരിയബിൾ നെയിം ഈസ് ഈക്വൽ ടു നെയിം, നമ്മൾ ഇവിടെ കൊടുക്കുന്ന നെയിം. ഓൾറൈറ്റ്. സോ ദിസ് ഓപ്പറേറ്റർ നമ്മൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്, റൈറ്റ്? ഈ ഇവിടെ നമ്മൾ നെയിമും ഏജും അല്ലാതെ എന്നും എയും കൊടുക്കുമായിരുന്നെങ്കിൽ നമുക്ക് ദിസ് ഓപ്പറേറ്ററിന്റെ ആവശ്യം വരത്തില്ല. പക്ഷെ ഇവിടെ നമുക്ക് ആവശ്യം വരുന്നുണ്ട് അല്ലെ? നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ കണ്ടതാണ്. സോ ആലിസ് ആൻഡ് 30 ഇവിടെ പാസ് ആവും. സോ പേഴ്സൺ 2ൽ എന്ത് വരും? നെയിം ഈസ് ഈക്വൽ ടു ആലിസ് ആൻഡ് ഏജ് ഈസ് ഈക്വൽ ടു 30 വന്നു കഴിഞ്ഞു. ഓൾറൈറ്റ്. അത് കഴിഞ്ഞു. ദെൻ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റിൽ നമ്മൾ ജസ്റ്റ് പ്രിന്റ് ചെയ്യുവാണ്. സോ പേഴ്സൺ 1ന്റെ നെയിം യു ക്യാൻ സീ ഇറ്റ് വിൽ ബി സംതിങ് ലൈക്ക് ഇങ്ങനെ ആയിരിക്കും ഔട്ട്പുട്ട് നമ്മൾ എഴുതാൻ പോകുന്നത്. പേഴ്സൺ 1 ഓക്കെ കോളൻ നെയിം ഈസ് ഈക്വൽ ടു പേഴ്സൺ 1 ഡോട്ട് നെയിം. പേഴ്സൺ 1 ഡോട്ട് നെയിം എന്താണ്? അൺനോൺ ആണ്. ഓക്കെ. അതുപോലെ തന്നെ കോമ യു ക്യാൻ സി ഏജ്, റൈറ്റ്? ഏജ്. അപ്പൊ ഏജ് എന്തായിരിക്കും വരാൻ പോകുന്നത്? ഏജ് ഇങ്ങനെ ഈസ് ഈക്വൽ ടു 0. അതുപോലെ തന്നെ യു ക്യാൻ സി ഹിയർ ഓൾസോ ഇറ്റ് വിൽ ബി പ്രിന്റഡ് ലൈക്ക് ദിസ്. പേഴ്സൺ 2 കോളൻ നെയിം എന്തായിരിക്കും? ആലിസ് ആൻഡ് ഏജ് എന്തായിരിക്കും? 30. ഓക്കെ. യു ക്യാൻ സി നമ്മൾ എന്താണ് ഈ രണ്ട് നോ ആർഗ്യുമെന്റ് കൺസ്ട്രക്ടർ, അതിനെന്താണ് നമ്മൾ ഡിഫോൾട്ട് വാല്യൂസ് നമ്മൾ കൊടുക്കുന്ന വാല്യൂസ് ആയിരിക്കും ഇവിടുന്ന്. കാരണം ഒന്നും പാസ് ആവുന്നില്ല. 2 പാരാമീറ്റേഴ്സ് നമ്മൾ എന്താണ് സ്പെസിഫിക് വാല്യൂസ് നമ്മൾ ഇവിടുന്ന് പാസ് ചെയ്യുന്നുണ്ടതായിരിക്കും ഇവിടെ വരാൻ പോകുന്നത്. ഓൾറൈറ്റ്. സോ ഐ ഹോപ്പ് കൺസ്ട്രക്ടർ ഓവർലോഡിങ് നിങ്ങൾക്ക് ക്ലിയർ ആയി. മൂവിങ് ഫോർവേഡ്, യൂസിങ് ഒബ്ജക്ട്സ് ആസ് പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കും കൂടെ നമ്മുടെ സിലബസിലുണ്ട്. ഓൾറൈറ്റ്. സോ എന്താണ് ബേസിക്കലി മീൻ ചെയ്യുന്നത്? നമ്മൾ ഇതുവരെ മൂവ് ചെയ്തുകൊണ്ടിരുന്നത്, പാസ് ചെയ്തുകൊണ്ടിരുന്നത് വാല്യൂസിനെയാണ്. ഇവിടെ നമ്മൾ പാസ് ചെയ്യാൻ പോകുന്നത് ഒബ്ജക്റ്റിനെ ആയിരിക്കും. യെസ്, ദാറ്റ്സ് റൈറ്റ്. നമ്മൾ ഒബ്ജക്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പാസ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു പ്രിവിലേജ് നമുക്ക് ജാവ തരുന്നുണ്ട്. ഓൾറൈറ്റ്. അത് നമുക്ക് എങ്ങനെയാണെന്നുള്ള കാര്യം നോക്കാം. നമ്മൾ അതാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. സോ ഫാർ വി ഹാവ് ബീൻ യൂസിങ് സിമ്പിൾ ടൈപ്സ് ആസ് പാരാമീറ്റേഴ്സ് ടു മെത്തേഡ്സ്. However, it is both correct and common to pass objects to method. That is also possible. അതായിരിക്കും നമ്മൾ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഇവിടെ നോക്കാൻ പോകുന്നത്. ഓക്കെ. സോ യൂസിങ് ദിസ് എക്സാമ്പിൾ നമുക്ക് എങ്ങനെയാണ് ഒരു ഒബ്ജക്റ്റ് പാരാമീറ്റർ ആയിട്ട് പാസ് ചെയ്യുന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഓക്കെ. സോ യു ക്യാൻ സി നമുക്ക് ഒരു ക്ലാസ് ഉണ്ട് വിച്ച് ഈസ് ഓഫ് ദ നെയിം ടെസ്റ്റ്. അതിൽ എന്തുണ്ട്? 2 മെമ്പർ വേരിയബിൾ ഉണ്ട്. മെമ്പർ വേരിയബിൾ. ഓക്കെ. ആൻഡ് യു ക്യാൻ സി എ മെത്തേഡ് ടെസ്റ്റ്. പക്ഷേ ക്ലാസ് നെയിം ടെസ്റ്റ് തന്നെയാണ്. സോ ദിസ് ഈസ് കൺസ്ട്രക്ടർ ഓർ പ്രിസൈസ്ലി പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ. കാരണം എന്താ? 2 പാരാമീറ്റർ ഇവിടെ പാസ് ചെയ്യുന്നുണ്ട്. എത്ര പാരാമീറ്റേഴ്സ് ആണ്? 2 I and J. പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ. ഇവിടെ നോക്കേണ്ട ഒരു കാര്യം, I, J എന്താണ്? നമ്മുടെ ലോക്കൽ വേരിയബിൾസ് ആണ്. ആൻഡ് വിച്ച് ഈസ് ബീങ് അസൈൻ ടു യു ക്യാൻ സി A and B. A എന്താണ്? A and B എന്താണ്? മെമ്പർ വേരിയബിൾ ആണ്. സപ്പോസ് നമ്മൾ I, J ന് പകരം A, B യൂസ് ചെയ്യുവാനും നമ്മൾ ഇവിടെ ദിസ് യൂസ് ചെയ്തതിനെ കൺഫ്യൂഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി. ഓൾറൈറ്റ്. സോ ദാറ്റ് ഈസ് പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ. ഇനി നമ്മൾ ഇവിടെ ഒരു മെത്തേഡ് കാണുന്നുണ്ട് വിച്ച് ഈസ് ഓഫ് ദ നെയിം ഈക്വൽസ്. ഓക്കെ. ഇതാണ് നമ്മുടെ കോർ ആയിട്ടുള്ള കാര്യം. ഓക്കെ. ഇവിടെ നമ്മൾ ആ മെത്തേഡിൽ എന്താണ് പാസ് ആവുന്നത്? മിയർ വാല്യൂ അല്ല. എന്താ പാസ് ആവുന്നത്? O ആണ് പാസ് ആവുന്നത്. O എന്ന് പറഞ്ഞാൽ എന്താണ്? ഒബ്ജക്റ്റ് ആണ്. ഓക്കെ. യു ക്യാൻ യൂസ് എനി നെയിം. ഇവിടെ O എന്നാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് എങ്ങനെ അറിയാം ആ ഒബ്ജക്റ്റ് ആണ് ഇവിടെ പാസ് ചെയ്യുന്നത്? കാരണം അതിന്റെ ടൈപ്പ് എന്താണ്? ക്ലാസ് ആണ്. യു ക്യാൻ സി ക്ലാസ് നെയിം ആണ്. നമ്മളൊരു ഇൻറ്റീജർ വാല്യൂ ആണ് പാസ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ടൈപ്പ് എന്തായിരിക്കും? ഇൻറ്റ് ആയിരിക്കും. നമ്മളൊരു ഡബിൾ വാല്യൂ പാസ് ചെയ്യണം, നമ്മൾ അതിന്റെ ടൈപ്പ് എന്തായിരിക്കും? ഡബിൾ ആയിരിക്കും. പക്ഷെ ഇവിടെ എന്താണ്? ഇതൊന്നുമല്ല, പുതിയൊരു കാര്യമാണ്. വാട്ട് ഈസ് ബീങ് പാസ്ഡ്? ഒരു ഒബ്ജക്റ്റ് മൊത്തത്തോടു കൂടിയാണ് ഇവിടെ പാസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ ടൈപ്പ് ഇൻറ്റീജറോ ഡബിളോ സ്ട്രിങ്ങോ ആയിരിക്കത്തില്ല, ക്ലാസ് ആയിരിക്കും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ആൻഡ് ഈ മെത്തേഡ് ഈസ് ഓഫ് ദ ടൈപ്പ് ബൂളിയൻ.
ബൂളിയൻ എന്ന് പറയുമ്പോൾ ഇറ്റ് മസ്റ്റ് റിട്ടേൺ ട്രൂ ഓർ ഫാൾസ്. ഓൾറൈറ്റ്, സോ ട്രൂ ഓർ ഫാൾസ് റിട്ടേൺ ചെയ്യുന്ന ഡേറ്റ ടൈപ്പാണ് ബൂളിയൻ. ഓക്കെ, സോ ഈ മെത്തേഡ് എന്തായിരിക്കും റിട്ടേൺ ചെയ്യേണ്ടത്? ബൂളിയൻ വാല്യൂ ആയിരിക്കും. ഓക്കെ, സോ ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഉള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വെൻ വി ആർ കോളിംഗ് ഫ്രം ദ മെയിൻ ഫംഗ്ഷൻ, അപ്പോൾ നമുക്കിത് നോക്കാം. അപ്പോൾ നമുക്ക് മെയിൻ ക്ലാസ്സിലോട്ട് വരാം. മെയിൻ ക്ലാസ്സിൻ്റെ പേരെന്താണ്? പാസ് ഒബ്ജക്റ്റ്, ഒ ബി. പാസ് ഒ ബി എന്നാണ് അതിൻ്റെ പേര്. മെയിൻ ഫംഗ്ഷൻ ഓപ്പൺ ചെയ്തു. യു ക്യാൻ സി വി ഹാവ് 3 ഡിഫറെൻറ്റ് ഒബ്ജക്ട്സ്, OB1, OB2 ആൻഡ് OB3. ഓക്കെ, നമുക്കത് വളരെ ക്ലിയർ ആയിട്ട് നോക്കാം എന്താ അത് മെയിൻ ചെയ്യുന്നത്. സോ യു ക്യാൻ സി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ കൺസ്ട്രക്ടർ ആണ്. ടെസ്റ്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ കൺസ്ട്രക്ടർ ആണ്. അപ്പോൾ OB1 എന്ന് പറയുമ്പോഴത്തേക്കും ആദ്യത്തെ ഒബ്ജക്ട് വിഷ്വലൈസ് ലൈക്ക് ദിസ് വൺ. ഓക്കെ, OB1. OB1 എന്തുണ്ട്? മെമ്പർ വേരിയബിൾസ് A ആൻഡ് B ഉണ്ട്. എല്ലാ ഒബ്ജക്റ്റിനും മെമ്പർ വേരിയബിൾസ് A ആൻഡ് B ഉണ്ട്. ഓക്കെ, യു ക്യാൻ വിഷ്വലൈസ് I ആൻഡ് J, 2 ലോക്കൽ വേരിയബിൾ ആണ്, I, J. Okay, so you come here, test OB1 എന്ന് പറയുമ്പോൾ OB1 എന്ന് പറഞ്ഞ ഒരു ഒബ്ജക്റ്റ് is equal to new test 100,22. ദാറ്റ് മീൻസ് ഇത് എവിടെ പോകും? പാരാമീറ്ററൈസ് കൺസ്ട്രക്ടറിലോട്ട് ഇതിങ്ങനെ പാസ് ഓൺ ചെയ്യും. നമ്മളിവിടെ കൺസ്ട്രക്ടർ ജസ്റ്റ് ക്രിയേറ്റ് മാത്രം, നമ്മുടെ ഒബ്ജക്റ്റ് ജസ്റ്റ് ക്രിയേറ്റ് മാത്രമേ ചെയ്തുള്ളൂ. ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ എന്ത് സംഭവിക്കും? കൺസ്ട്രക്ടർ ഇൻവോക്ക് ആവും. ദാറ്റ് മീൻസ് 100 എങ്ങോട്ടേക്ക് പാസ് ചെയ്യും? ഐയിലോട്ട് പാസ് ചെയ്യും. സോ ഐയിൽ എന്ത് വരും? 100 വരും. ആൻഡ് ജെയിൽ എന്ത് വരും? ജെ ഹാസ് ബിൻ പാസ്, ജെയിൽ നമ്മൾ 22 ആണ് പാസ് ചെയ്തിരിക്കുന്നത്. ഓൾറൈറ്റ്, ഇനി യു ക്യാൻ സി ഇത് തുറന്ന് അകത്തോട്ട് പോകുമ്പോഴത്തേക്കും ഐ എങ്ങോട്ടേക്ക് പാസ് ആവും? OB1 ആണ് ഇൻവോക്ക് ചെയ്തിരിക്കുന്നത്. ഓൾറൈറ്റ്, സോ OB1ന്റെ A എന്തായിരിക്കും? I ആയിരിക്കും. I എന്താണ്? 100 ആണ്. OB1ന്റെ B എന്തായിരിക്കും? J ആയിരിക്കും. J എന്താണ്? 22 ആണ്. സോ യു ക്യാൻ സി ഇത് ഇത്രയും ജസ്റ്റ് ക്രിയേറ്റ് മാത്രമേ ചെയ്തുള്ളൂ, അപ്പോഴത്തേക്കും ഈ സിറ്റുവേഷൻ ഇവിടെ ഫോം ആവും. അതുപോലെ തന്നെ OB2, ഒബ്ജക്റ്റ് 2, അതിന് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. റൈറ്റ്, ഇതിന്റെ പേരാണ് OB2. അതിനും എന്തുണ്ടാവും? ഇതുപോലെ A ആൻഡ് B ഉണ്ടാവും. റൈറ്റ്, ഇവിടെ എന്താ പാസ് ചെയ്തിരിക്കുന്നത്? സെയിം സിറ്റുവേഷൻ തന്നെ, 100 ആണ് പാസ് ചെയ്തിരിക്കുന്നത്. സോ ഐയിലോട്ട് 100 തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതെന്താണ്? ഓവർ റൈറ്റ് ആവത്തിൽ 100 തന്നെ നിൽക്കും. അതുപോലെ തന്നെ ജെയിലോട്ട് 22 ആണ്. സോ A is equal to I and B is equal to J, വാല്യൂ സെയിം തന്നെ ആയിരിക്കും നിൽക്കാൻ പോകുന്നത്. സോ OB2ൽ എന്താണ്? A 100 ആണ്, B എന്താണ്? 22 തന്നെയാണ്. റൈറ്റ്, ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുക? സി OB3 നമ്മൾ എടുക്കുവാണ്. ഒബ്ജക്റ്റ് 3 ഇതുവരെ നമ്മൾ ഒബ്ജക്റ്റിന് പാസ് ചെയ്തിട്ടില്ല കേട്ടോ, നമ്മൾ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. സോ OB3 ഇവിടെ എന്തുണ്ട്? 2 മെമ്പർ വേരിയബിൾ ഉണ്ട്, AB. യു ക്യാൻ സി എന്ത് സംഭവിക്കുവാണ്? OB3യിൽ നമ്മൾ എന്താണ് പാസ് ചെയ്യുന്നത്? നമ്മൾ യു ആർ പാസിങ്, ഇപ്പൊ ഇവിടെ എന്തുണ്ടായിരുന്നു? 122 ആയിരുന്നു നിലവിൽ ഉണ്ടായിരുന്നത്. റൈറ്റ്, 122 ഞാൻ ഇവിടെ എഴുതട്ടെ, 122. സോ ഇവിടെ എന്താ പാസ് ചെയ്തത്? -1 and -1. So OB3 is passing -1 and -1. So you can see OB3 create ചെയ്തു, -1. അപ്പോൾ എന്ത് സംഭവിക്കും? ഇത് ഇൻവോക്ഡ് ആവും. ഓൾറൈറ്റ്, സോ ഐയിൽ എന്ത് വരും? -1 വരും. ജെയിൽ എന്ത് വരും? -1 വരും. ആൻഡ് A is equal to I. സോ ഒബ്ജക്ട് 1ന്റെ A അല്ല മാറുന്നത്, ഒബ്ജക്ട് 2ന്റെ A അല്ല മാറുന്നത്. ആരുടെ ഒബ്ജക്റ്റിന്റെ A ആണ് മാറുന്നത്? OB3, ബിക്കോസ് OB3 is the person who is invoking. സോ A എന്താവും? -1 ആവും. B എന്താവും? -1 ആവും. Alright, so object 1ന്റെ AB, object 2ന്റെ AB and object 3ന്റെ AB ഇവിടെ initialize ആയി just by creating these objects. Why? Because constructors ആണ് invoked ആവുന്നത്. Alright, ഇത്രയുമാണ് ഇവിടം വരെയും ഉള്ള സിറ്റുവേഷൻ ഇതാണ്. Now എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത്? നമ്മൾ ഒബ്ജക്ട്സ് പാസ് ചെയ്യാൻ പോവാണ്. എവിടെ? നമ്മുടെ മെത്തേഡിൽ. ഓക്കെ, സോ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇറേസ് ചെയ്യാം കുറച്ച് കാര്യങ്ങൾ, നമുക്ക് കുറച്ചുകൂടെ റീഡബിലിറ്റി കിട്ടാൻ വേണ്ടി. ഓക്കെ, സോ യു ക്യാൻ സീ സംതിങ് ലൈക്ക് ദിസ്. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? നമ്മുടെ അടുത്ത കോഡിലോട്ട് പോകാൻ പോവാണ്. സോ സിസ്റ്റം ഡോട്ട് ഔട്ട് യു ക്യാൻ സി OB1 ഈക്വൽ ടു OB2. ഇതെന്താണ്? ജസ്റ്റ് ഒരു സ്ട്രിങ് ആണ്. ഇവിടെ എന്താ? യു ക്യാൻ സി OB1 ഡോട്ട്. സോ ഹൂ ഈസ് ഇൻവോക്കിംഗ്? OB1. റൈറ്റ്, OB1 ആരെ ഇൻവോക്കീവ് ആണ്? ഈക്വൽസ് എന്ന് പറഞ്ഞ മെത്തേഡിന് ഇൻവോക്കീവ് ആണ്. എന്ത് വെച്ചിട്ടാണ് പാസ് ചെയ്യുന്നത്? OB2. സോ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വൺ തിങ്. ആരാ ഇൻവോക്ക് ചെയ്യുന്നത്? OB1 ആണ് ഇൻവോക്ക് ചെയ്യുന്നത്. OB1 ഡോട്ട് ഈക്വൽസ് എന്ത് പാസീവ് ആണ്? OB2 പാസീവ് ആണ്. സോ ഇത് മൊത്തം പാസ് ആവുകയാണ് എങ്ങോട്ടേക്ക്? ഈ ഓയിലോട്ട്. ഓൾറൈറ്റ്, ആരാണ് ഇൻവോക്ക് ചെയ്തത്? OB1 ആണ് ഇൻവോക്ക് ചെയ്തത്. സോ യു ക്യാൻ സീ ഓവർ ഹിയർ O.A. O ഡോട്ട്, അപ്പൊ ഓയിൽ ആര് വന്നു? സോ ഈ സിറ്റുവേഷനിൽ ഓയിൽ എന്തുണ്ട്? OB2 ആണുള്ളത്. റൈറ്റ്, സോ O.A എന്ന് പറയുമ്പോൾ എന്താണ്? OB2.A ആണ്. റൈറ്റ്, സോ OB2.A എന്താണ്? 100 ആണ്. OB2.A എന്താണ്?
100 ആണ്, 100, റൈറ്റ്? അത് എന് ഈക്വൽ ആണോ? അപ്പൊ ഈ എ ഏതാണ്? ദ പേഴ്സൺ ഹൂ ഈസ് ഇൻവോക്കിംഗ്, റൈറ്റ്? സോ ഈ എ ഏതാണ്? ദ പേഴ്സൺ ഹൂ ഈസ് ഇൻവോക്കിംഗ്. ഓൾറൈറ്റ്, സോ what is ob1.a? 100, right? So what are we checking? എന്താണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്? o.a is equal to a ആണോ? Yes, 100 is equal to 100. And o.b, right? അപ്പോൾ oയിൽ എന്തായിരുന്നു വന്നത്? ob2 ആണ് വന്നത്. സോ ob2.b എന്താണ്? 22 ആണ്. അത് bന് ഈക്വൽ ആണ്. b എന്താണ്? the person who is invoking. സോ ob1ന്റെ b 22. യെസ്, ഇത് രണ്ടും സെയിം ആണ്. അപ്പൊ നമ്മൾ എന്ത് റിട്ടേൺ ചെയ്യും? ട്രൂ റിട്ടേൺ ചെയ്യും. എങ്ങോട്ടേക്ക് റിട്ടേൺ ചെയ്യും? ഇവിടെ. ആരാണ് വിളിച്ചത്? അവിടെ. ഓൾറൈറ്റ്, സോ നമ്മൾ എന്ത് പറയും? യു ക്യാൻ സീ ദ ഔട്ട്പുട്ട് വുഡ് ബി സംതിങ് ലൈക്ക് ob1 ഈക്വൽ ടു ob2. ഇതെന്താണ്? ട്രൂ ആണെന്ന് പറഞ്ഞ് നമുക്ക് റിട്ടേൺ ചെയ്യും. ഓൾറൈറ്റ്, ശരി. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താണ്? നമ്മുടെ സെയിം സിറ്റുവേഷൻ നമ്മൾ വീണ്ടും കമ്പയർ ചെയ്യുവാണ്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ഫുൾ ക്ലാരിറ്റി കിട്ടും. അടുത്ത എന്താണ്? സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് എൽഎൻ ob1 ഈക്വൽ ടു ob3 ആണ് നമ്മൾ ചെക്ക് ചെയ്തത്. ആരാ ഇൻവോക്ക് ചെയ്യുന്നത്? ob1 ആണ് ഇൻവോക്ക് ചെയ്യുന്നത്. സോ ദിസ് പേഴ്സൺ ഈസ് ഇൻവോക്കിംഗ്. ഡോട്ട് ഈക്വൽസ് ആരെ ഇൻവോക്ക് ചെയ്തത്? ഈ മെത്തേഡിനെ ഇൻവോക്ക് ചെയ്തു. ആരെയാണ് പാസ് ചെയ്യുന്നത്? ob3നെ ആണ് പാസ് ചെയ്യുന്നത്. സോ ഈ ob3 എങ്ങോട്ടേക്ക് പോവും? ഓയിലോട്ട് പോവും. സോ ഓയിൽ എന്തുണ്ട്? റൈറ്റ്, സപ്പോസ് ഇതാണ് ഒ എങ്കിൽ ഓയിൽ എന്തുണ്ട്? സോ ഓയിന്റെ എയും ബിയിലോട്ട് എന്ത് വരും? ഈ ob3ന്റെ എയും ബിയും വരും. ഓൾറൈറ്റ്, സോ ഒ എന്ന് പറയുമ്പോൾ എന്താണ്? ob3 ആണ് ഇതിന്റെ ഉള്ളിൽ. ആരാ ഇൻവോക്ക് ചെയ്യുന്നത്? ob1. സോ യു ക്യാൻ സി o ഡോട്ട് എ എന്ന് പറയുമ്പോൾ എന്താണ്? ob3.a ആണ്, വിച്ച് ഈസ് -1. സോ ഇതെന്തായിരിക്കും? -1 ആയിരിക്കും. എ എന്തായിരിക്കും? ആരാണ് ഇൻവോക്ക് ചെയ്യുന്നത്? ob1. സോ ob1.a എന്താണ്? 100 ആണ്, റൈറ്റ്? സോ 100. അപ്പൊ ഇവിടെ തന്നെ എന്ത് സംഭവിച്ചു? തെറ്റ് പറ്റി. കാരണം എന്താ? ഇത് ഈക്വൽ അല്ല, റൈറ്റ്? അടുത്ത കൂടെ നമുക്ക് നോക്കാം. o ഡോട്ട് ബി എന്താണ്? -1 ആണ്. ബി എന്താണ്? ആരാണ് ഇൻവോക്ക് ob1, റൈറ്റ്? 22 ആണ്. ഇതും സെയിം അല്ല. ഇവിടെ നിന്ന് തന്നെ കണ്ടീഷൻ ഫോൾസ് ആവും. സോ എന്താണ്? ഇതിന്റെ ഉള്ളിലോട്ട് പോവില്ല, എൽസിലോട്ട് പോവും. ആൻഡ് ഇറ്റ് വിൽ റിട്ടേൺ ഫോൾസ്. എങ്ങോട്ടേക്ക് റിട്ടേൺ ചെയ്യും? എവിടെയാണോ വിളിച്ച അങ്ങോട്ടേക്ക്. സോ എന്തായിരിക്കും ഔട്ട്പുട്ട് വരാൻ പോകുന്നത്? ob1 ഈക്വൽ ടു ob3 കോളൻ എന്തായിരിക്കും റിട്ടേൺ ആവുക? ഫോൾസ് ആയിരിക്കും റിട്ടേൺ ആവുക. സോ ഇൻ ദിസ് വേ യു ക്യാൻ സി എന്താണ് നമ്മൾ എന്താണ് പാസ് ചെയ്യുന്നത്? നമ്മൾ നേരത്തെ ഇതുവരെയും കണ്ടതുള്ള നമ്മുടെ വാല്യൂസിനെയാണ് നമ്മൾ പാസ് ചെയ്യുന്നത്, അഡ്രസ്സസിനെയാണ് നമ്മൾ പാസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ഒബ്ജക്റ്റിനെ ആസ് പാരാമീറ്റർ പാസ് ചെയ്യുവാണ്. ഓൾറൈറ്റ്, സോ ഇതായിരുന്നു നമ്മൾ നോക്കേണ്ടത്. ഇതിനകത്ത് ജസ്റ്റ് നമ്മൾ ഈ എക്സാമ്പിൾ വെച്ച് കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഞാൻ ഒരു 3 പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഈക്വൽസ് മെത്തേഡ് ഇൻസൈഡ്, അതാണ് ബേസിക്കലി എന്തൊക്കെയാണ് അത് ചെയ്യുന്നത്. അത് ഞാൻ പറഞ്ഞു തന്ന പോയിന്റ്സ് ജസ്റ്റ് നിങ്ങൾക്ക് ഒരു നോട്ടായിട്ട് എഴുതാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഓൾറൈറ്റ്, സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ കോൺസെപ്റ്റ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.